ഇനി വരെ നോമ്പുത്തറാണ് ഇഫ്താർ പാർട്ടിയാണ് പിന്നെ കറക്കാൻ ഫ്രണ്ട്സ് ഇപ്പം JCI മെമ്പേഴ്സാണ് ഇവിടെ വരുന്നത് ഇഫ്താർ പാർട്ടിക്ക്. സോ ഫുൾ കൊഴുക്കോ രുചികളാണ് ഇന്നത്തെ ഫുഡ്, അതാണ് സ്പെഷ്യൽ. സോ കുറേ ഫ്രണ്ട്സ് കണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്തേക്കാം. ലൈറ്റ് കറക്റ്റാണ് ഇപ്പോൾ സിംഗിൾ ലൈറ്റുകളൊക്കെ. സൂപ്പറല്ലേ? ഓക്കെ, ബാങ്ക് കൊടുത്തിരിക്കുന്നു. ഒരു സാധാരണ ഒരു ആളുകളെ എത്തിപ്പെട്ടുള്ളത് വളരെ സന്തോഷമുള്ളൊരു. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ഈ വർഷത്തെ 3ാമത്തെ ഫാമിലി ജീവിയാണ്. അതായത് 1ാമത്തെ ഫാമിലി ജീവി നമ്മൾ ഇംഗ്ലീഷോട് കൂടിയിട്ടുള്ളതായിരുന്നു. 2ാമത്തെ നമ്മളൊരു പൂൾ പാർട്ടി നടത്തി. 3ാമത്തെ നമ്മൾ ഇഫ്താറിനോട് കൂടിയിട്ടാണ് ഒരു ഫാമിലി ജീവി ഇപ്പോൾ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഈ വർഷത്തിൽ 3 ഇഫ്താർ അല്ല 3 ഫാമിലി ജീവി നമുക്കിപ്പോൾ ഇവിടെ കേരളത്തിലെ നമ്പറിൽ ചെയ്തു കൂട്ടാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഈ ഒരു അതിന് വേദിയൊരുക്കി തന്ന രമേശ് പളക്കാർക്ക് പ്രത്യേകം ഞാൻ ഈ ഒരു ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ തന്നെ പാർക്ക് പ്രസിഡന്റും JCIയിലെ ഏറ്റവും മോസ്റ്റ് സീനിയർ മെമ്പറും കൂടി ആയിട്ടുള്ള അതിർത്തിയാണ്. അതിർത്തി 27 വർഷം നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കണം. 1, 2, 3 വർഷം കഴിയുമ്പോഴേക്കും JCI നിർത്തി, അല്ലെങ്കിൽ JCIയിൽ ആ കുറേ വർഷം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് നമ്മളെ പോലത്തെ ആളുകളുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ മാതൃകയാണ് നമുക്ക് ഇന്നത്തെ വീട്ടിൽ വേണം കിട്ടുമോ? നിങ്ങൾ ആലോചിച്ചു 27 വർഷമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പം അത്രത്തോളം നമ്മുടെ ഗൈഡൻസ് തന്ന് നമ്മളെ JCI കാരകൻ്റെ ലെഗസി ഓർത്ത് തിരിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന പ്രജത്തെ പോലുള്ള ആളുകളാണ് ഇനിയും നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. എനിക്ക് ശേഷം എനിക്ക് മുൻപേ കടന്നുപോയ ഒരുപാട് പാർട്ടി ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ലീഡേഴ്സ് ഇനി അപ്പറിങ് ലീഡേഴ്സ് വരാനുണ്ട്. അവർക്കൊക്കെ ഹജൽക്കെ പോലുള്ള ആളുകൾ, ഹജൽക്ക, ദീപക്കട്ടെ, അതേപോലെ തന്നെ പാർട്ടി ലീഡേഴ്സായിട്ട് ഇവിടെ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, ദീപകൻ, രൂപേഷൻ, ദിനേശൻ, അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഗൈഡൻസാണ് നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക. റമീഷിനെ പറ്റി പറയാനായിട്ടാണില്ല. ഇപ്പോൾ ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് പ്രസിഡൻ്റാണ്, ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളെ സ്റ്റേറ്റ് കോൺഫറൻസ് തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനെന്താ രജിസ്റ്റർ ചെയ്യാത്ത കഴിഞ്ഞ 4 ദിവസമായി കേൾക്കേണ്ടതായിരുന്നു. ഞാനെന്താ രജിസ്റ്റർ ചെയ്യാത്തത് സ്റ്റേറ്റ് കോൺഫറൻസിന് പോകാൻ ഞാൻ നിങ്ങളെ വീട്ടിലേക്കല്ലേ വരുന്നത്. വീട്ടിൽ ഒരിക്കലും കിട്ടം കിട്ടുന്നില്ല. എന്തായി സാറേ ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ വരുന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്നാൽ രാവിലെ ഒരുമിച്ച് പോവുക, കുറേ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കലും അടി കിട്ടില്ല. നമുക്ക് ഇവിടെ വരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻ്റെ ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് ഉണ്ടോന്നില്ല ജീവിതം. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കൊളക്കാടൻ ഹൗസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇഫ്താർ പാർട്ടി, JCIയുടെ ഇഫ്താർ പാർട്ടിയാണ്.
അപ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് ഇവർ ഹോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഫുൾ സെറ്റ്. അവൻ്റെ പ്ലേറ്റ് കണ്ടില്ലേ, പ്ലേറ്റാണ് ഗായ്സ്, ശ്രദ്ധിക്കേണ്ടേ, പ്ലേറ്റ് കണ്ടോളൂ. ഫുഡാണ് ഗൈസ്. നല്ല അടിയാണ് ആള്. അപ്പോൾ എന്തായാലും അതിൻ്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ. JCL ഇഫ്താർ പാർട്ടി വളരെ അടിപൊളിയായിരുന്നു. നല്ല നമ്മുടെ JCL എല്ലാ മെമ്പേഴ്സിനെയും വീണ്ടും ഒന്ന് കാണാനും നമ്മുടെ സൗഹൃദം പുതുക്കാനും പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ഒരു വലിയൊരു പരിപാടിയുടെ ഭാഗമാവാനൊക്കെ പറ്റി. അടിപൊളി സൂപ്പർ പരിപാടി ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. തകർത്ത് മക്കളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും. യെസ്, പൂളി ചാടുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു അവസരം കിട്ടി ഇപ്പം പൂളി ചാടുന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മക്കളെല്ലാവരും. അതെ അതെ അതെ. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനിയും കൂടെ ഇങ്ങനത്തെ നല്ല നല്ല പരിപാടികൾ വെക്കണം. മാക്സിമം എല്ലാവരും നമുക്ക് പങ്കെടുപ്പിക്കണം.